ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ക്ഷീരകർഷകരെ സംബന്ധിച്ച് ഈ വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് പശുക്കളുടെ പാല് കുറയും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വെള്ളത്തിൻ്റെ പ്രശ്നം, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ ക്ഷീരകർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പശുവിൻ്റെ പാലൊക്കെ നല്ല രീതിയിൽ കുറയും ചൂട് കൂടുന്തോറും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടാവും. അപ്പോൾ അത് നമ്മൾ മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അടുത്ത എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കണം. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്, വേനൽക്കാലത്താണ്, ചൂടുള്ള സമയത്താണ് നമുക്ക് നന്നായിട്ട് ചാണകം ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്നത്. നമുക്കെല്ലാവർക്കും ചാണകം നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് സമയത്ത്. ആ സമയത്ത് ചാണകം ഉണക്കി നമ്മൾ നന്നായിട്ട് കെട്ടി എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ മഴ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. ചാക്കിന് എങ്ങനെ പോയാലും നമുക്ക് ഒരു 200 രൂപ റേറ്റിൽ വിൽക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്കിപ്പോൾ ചാണകം ഉണക്കുന്നതിനായിട്ട് മെഷീൻ അവൈലബിൾ ആണ്, അതെല്ലാം അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ, സാധാരണ ആൾക്കാർക്ക് അതൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനിപ്പം പച്ചച്ചാണകം എങ്ങനെയാണ് ഉണക്കിയെടുക്കണമെന്നുള്ളത്. നമുക്കൊരു 10-15 കോഴീനെ ഫാമിൽ വളർത്തുക. ആ കോഴീനെ ഇതുപോലെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണക്കി കിട്ടും. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ ഇഷ്ടിയൊന്നും വെച്ചൊന്നും അല്ല, നമ്മൾ പച്ചച്ചാണകം തന്നെ ചാക്കി കയറ്റി അതൊരു സൈഡിൽ ബോർഡറായിട്ട് വെച്ചു. അതിൻ്റെ അകത്താണ് നമ്മൾ പച്ചച്ചാണകം ഇട്ട് കൊടുത്തേക്കണത്. ഒരു 10 കോഴീനെയാണ് ഞാൻ വളർത്തുന്നത്. ആ 10 കോഴീനെ ഇതുപോലെ അഴിച്ചു വിട്ട് കഴിയുമ്പോൾ അത് ഇതുപോലെ ചിക്കി ചകഞ്ഞ് ചാണകം എല്ലാം പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ മുട്ടയും കിട്ടും. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡൊന്നും കൊടുക്കാത്ത നല്ല മുട്ട നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് നമ്മുടെ പാല് കുറയുന്ന ഒരു സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള മാർഗത്തിലൂടെയൊക്കെ നമുക്ക് മേക്ക് ഓവർ ചെയ്യണം. ഉണക്കച്ചാണകം വിൽപ്പനയിലൂടെ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കിലോ ഒരു ചാക്കിന് 200 രൂപ റേറ്റിലാണ് ഞാൻ ഉണക്കച്ചാണകം കൊടുക്കുന്നത്. അത് നമ്മളിത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാണകം ഉണക്കി, പച്ചച്ചാണകം ഉണക്കി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴയൊക്കെ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് നല്ല റേറ്റിന് നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മൾ മഴ നനയാതെ എവിടെയെങ്കിലും കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിന് നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള പല മാർഗത്തിലൂടെയും നമുക്ക് എക്സ്ട്രാ ഇൻകം ഫാമിലോട്ട് വരുത്തുവാൻ പറ്റും. ഇത് ഫാം വേണമെന്നില്ല, ഒരു 1-2 പശു വളർത്തുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ 2 പശു ഉള്ളെങ്കിൽ അതനുസരിച്ച് കുറച്ച് കോഴിയാണെങ്കിലും മതി. അപ്പോൾ ഇതുപോലെയുള്ള മാർഗ്ഗമൊക്കെ നമുക്ക് അവലംബിക്കാം ഫാമിലെ നഷ്ടവും കാര്യങ്ങളൊക്കെ നികത്തുവാനായിട്ട്.